നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. കേരള സമൂഹത്തിലെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ വീക്ഷണ കോണിലൂടെ നിരീക്ഷിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ വർത്തമാനകാല അവസ്ഥയാണ്. അനുനിമിഷം എന്ന രീതിയിൽ മാറി മറിയുന്ന നമ്മുടെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യശശരീരനായ പത്രപ്രവർത്തകൻ KC ജോണിനെയാണ് ഓർമ്മ വരിക. പുതിയ തലമുറയ്ക്ക് അദ്ദേഹം അപരിചിതനായിരിക്കാം. മാധ്യമരംഗത്തുള്ളവർ പോലും ദീർഘകാലം ടൈംസ് ഓഫ് ഇന്ത്യയുടെ കേരള കറസ്പോണ്ടന്റ് ആയിരുന്ന KC ജോണിനെ ഓർമ്മിക്കാനിടയില്ല. കുഴഞ്ഞു മറിഞ്ഞ് എങ്ങും എത്താതെ പോകുന്ന കേരള രാഷ്ട്രീയത്തെ അദ്ദേഹം പണ്ട് വിലയിരുത്തിയത് ഒരു അസംബന്ധ നാടകം എന്നാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ആദ്യകാല ചരിത്രം തൻ്റെ അനുഭവങ്ങളെ മുൻനിർത്തി പറയുന്ന കേരള ദ മെൽറ്റിംഗ് പോട്ട് എന്ന പുസ്തകത്തിലാണ് ഈ നാട്ടിലെ രാഷ്ട്രീയത്തെ ഒരു അസംബന്ധ നാടകമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ അക്കാലത്തേക്കാൾ എത്രയോ മടങ്ങ് പ്രസക്തമാവുന്നത് ഇക്കാലത്താണ് എന്ന് പറയാം. ഒന്നിനു പുറകെ ഒന്നായാണ് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഒന്ന് തീരുന്നതിന് മുമ്പേ പുതിയതൊന്ന് എന്ന തോതിൽ. മാധ്യമ ഭാഷ അനുസരിച്ച് അവയെ വിവാദം എന്ന് പറയാം. വാർത്താമാധ്യമ വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തു ഈ വിവാദങ്ങൾ ആണ് എന്നത് വേറൊരു കാര്യം. ആദിയും അന്തവുമില്ലാതെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പുതിയത് PV അൻവർ MLA ഉന്നയിച്ച കാര്യങ്ങളാണ്. അതാണ് സോക്കോൾഡ് വിവാദം. അത് മുൻനിർത്തി ഉണ്ടാകുന്ന സംഭവങ്ങൾ നോക്കൂ. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ വിശ്വാസ്യതയിൽ സമൂഹം വളരെ താഴെ നിർത്തിയ നിലമ്പൂർ MLA ഉയർത്തിക്കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ആണ് അൻവർ പ്രതിക്കൂട്ടിൽ നിർത്തിയത്. അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടി അൻവർ നിരവധി വസ്തുതകൾ നിരത്തിയപ്പോൾ കഥാന്ത്യത്തിന് പ്രതീക്ഷിച്ചത് വലിയ പൊട്ടിത്തെറിയാണ്. പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും സഹ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറും തല ഉയർത്തിപ്പിടിച്ച് കൈ വീശി നടക്കുന്നതാണ് ഇന്ന് കാണുന്നത്. കവടിയാറിൽ ADGP നിർമ്മിച്ച വീട് പ്രഥമദൃഷ്ട്യാ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്തുസമ്പാദനവുമായി ബന്ധപ്പെട്ട കേസാണ് എന്ന് സാധാരണക്കാരന് പോലും മനസ്സിലാവുന്നതാണ്. അത് പക്ഷേ വെള്ളത്തിലെ കുമിള പോലെയായിപ്പോയി, പെട്ടെന്ന് തീർന്നുപോയി. അൻവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒന്നിനും തെല്ല് പോലും ഗൗരവം കൊടുക്കുന്നേയില്ല. ഏറ്റവും പുതിയ ടേണിൽ ഈ വിവാദത്തിൽ ലക്ഷ്യം സാക്ഷാൽ പിണറായിയെ തന്നെയാക്കി അൻവർ ഇതിൻ്റെ നാടകീയത കൂടുതൽ കൊടുത്തു. ആരോപണങ്ങളുടെ തീമഴ തന്നെ അദ്ദേഹത്തിന് നിരച്ചിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഒരു ഘട്ടത്തിൽ അതിതീവ്രമായ സസ്പെൻസിലേക്ക് കയറിയ ഈ വിവാദം ഇപ്പോൾ സാധാ മട്ടിൽ ആയി. അതിന്റെ അടുത്ത തിരിവ് എങ്ങോട്ടാകും? അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ എന്താവും? ആർക്കറിയാം? ഒരു പിടിയുമില്ല. അതിനു മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നോക്കൂ. സെല്ലിലോട് ബിംബങ്ങളും അവരുടെ സുഹൃത്തുക്കളും മറ്റുമായി ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും കത്തിപ്പടർന്നു. അവസാനം അത് ഉളിയുടെ പിടി പോലെ ചതഞ്ഞു പരന്ന് മറവിയിലേക്കുമായിരുന്നു. അതിന് അനുദിനം പുതിയ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം സൃഷ്ടിച്ച ശോകാത്മകമായ അന്തരീക്ഷവും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങളും വാദവിവാദങ്ങളും അവകാശവാദങ്ങളുമെല്ലാം ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴായിരുന്നു വിവാദദാഹികളെ കിളിപ്പെടുത്തിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വരവ്. അതിന്റെ വികാരമൂർച്ച എത്തും മുമ്പെയാണ് അൻവർ നാടകം ഉണ്ടാവുന്നത്. അതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൽപ്പാദിപ്പിച്ച ഇക്കിളിയിൽ നിന്ന് കാര്യങ്ങൾ അൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ ത്രില്ലിലേക്ക് മാറി. ഇടയിൽ നടൻ സിദ്ദിഖിന്റെ ഒളിവിൽ പോക്കും തിരിച്ചുവരവും. നാടകങ്ങൾ തീരുന്നേയില്ല. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് കേരളം ആസ്വദിച്ച രാഷ്ട്രീയ നാടകം അങ്കോള മലയിടിച്ചിലിൽ കാണാതായ അർജുനനെ തെരയുന്നതിലെ രാഷ്ട്രീയമാണ്. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി മുങ്ങി മരിക്കാനിടയായ സംഭവത്തിന്റെ പേരിൽ തീപാറും ഡയലോഗുകളുമായി രാഷ്ട്രീയം മുന്നണികൾ തട്ട് തകർക്കുന്ന സമയത്താണ് കേരളത്തിലെ രാഷ്ട്രീയ നാടകക്കാർ അങ്കോളയിൽ അർജുനന്റെ പിന്നാലെ പോയത്. ഏറ്റവും പുതിയത് മനുഷ്യത്വത്തിന്റെ പര്യായമായി വാഴ്ത്തപ്പെട്ട മനാഫ് അർജുനന്റെ ലോറി ഉടമസ്ഥ ഒരു കള്ള നാണയമായി എന്ന പുതിയ കഥയാണ്.
അതിനൊപ്പമാണ് DGPയുടെ പൂരം കലക്കലും മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിന്റെ അഭിമുഖവും അതിലെ PR ഏജൻസി സാന്നിധ്യവും മറ്റും. അടുത്ത കഥ കിട്ടും വരെ ഈ നാടകം ഇങ്ങനെ പോകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. കുറെ ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യർത്ഥികായമാണ്. എവിടെ തുടങ്ങി എങ്ങനെ പോകുന്നു, എവിടെയാണ് അന്ത്യം എന്നറിയാത്ത നാടകം. ഒന്നിനും ഒരു അന്തവുമില്ല. കുറെ കാലമായി കേരളത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇതിനിടയിൽ സമൂഹത്തിന്റെയും നാടിന്റെയും പ്രശ്നങ്ങൾ, വിലക്കയറ്റമടക്കമുള്ള കാര്യങ്ങൾ വിസ്മൃതിയിലേക്ക് ചവിട്ടിത്തള്ളപ്പെടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശ്രീ KC ജോൺ ഓർമ്മിക്കപ്പെടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ക്ലാസിക് ഇംഗ്ലീഷ് നാടകകൃത്ത് ഷേക്സ്പിയറിനെയും ചിലപ്പോഴൊക്കെ ഓർമ്മ വരും. മാക്ബത്തിൽ അദ്ദേഹം പറഞ്ഞത്, ജീവിതം ഒരു വിഡ്ഢി പറഞ്ഞ കഥയാണ്, മുഴുവൻ ഒച്ചയും വിളിയും കഴമ്പുള്ളതായി ഒന്നുമില്ല എന്നാണ്. ജീവിതത്തിന് പകരം കേരള രാഷ്ട്രീയം എന്ന് ചേർത്താൽ അത് എന്തുകൊണ്ടും അനുയോജ്യമാകും. ഇതിൽ പലതിലും കഴമ്പുണ്ടാകാം, പക്ഷേ ഒച്ചയും വിളിയും മുറുകുമ്പോൾ ആ കഴമ്പങ്ങ് കാണാതാകും, പ്രശ്നങ്ങൾ മുങ്ങിപ്പോകും. വിചിത്രമാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ. നന്ദി. വേറൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കാണും.